ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ചെയ്യാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാളിക്കടവിലേക്കാണ് പോണത്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലമാണ്. ആദ്യത്തെ ഇപ്പോൾ പിടിച്ചിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ നടക്കാനുള്ള ശ്രമത്തിലാണ്. നല്ലവണ്ണം വിട്ട് പിടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് കുറേശ്ശെ. അപ്പം എല്ലായിടത്തും പിടിച്ച് നിൽക്കലും നടക്കലൊക്കെയാണ് അവൾ. അപ്പോൾ അവൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. വണ്ടി വന്നിട്ടില്ല, വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് വഴിയുണ്ട് അമ്പലത്തിലേക്ക്, അതുകൊണ്ട് നടന്നിട്ട് പോകാൻ പറ്റില്ല. ആദ്യത്തെയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അവൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് പുറത്തേക്ക് പോണതും കാര്യങ്ങളൊക്കെ. പാർക്കെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവൾക്ക് അവളേനെ കൊണ്ടുപോകണമെന്നുള്ളതാണ്. കാരണം ആർക്കും പുറത്ത് പോകുമ്പോൾ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കൂടെ പോകണം. അപ്പോൾ ഞാനാണെങ്കിൽ പോലും അവൾ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്ത് കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരാളെ വിളിച്ചു. പക്ഷേ അയാൾക്ക് എന്തോ തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ആളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരമായി റെഡി ആയിട്ട് നിൽക്കണം. ആദ്യത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാളവേലയാണ് തൂതക്കിലെ. അതുകൊണ്ടാണ് വണ്ടിക്കാരെയൊന്നും വിളിച്ചിട്ട് കിട്ടാത്തത്. കാളിക്കടവിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ കറമണ്ണ പോയിട്ട് കാളകളേനൊക്കെ ഒന്ന് ആദ്യത്തേക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പടിക്ക് പോവുകയാണ്. 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നത്. അങ്ങനെ വണ്ടിയിൽ കയറി. അമ്പലം ഏകദേശം എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒരു പാറയൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നടന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് ദൂരമുണ്ട് വീടിൻ്റെ അവിടെ നിന്ന്. കുട്ടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നടന്നിട്ടൊക്കെ ഞങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അവളുള്ളതുകൊണ്ട് പറ്റില്ല. അപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പോർക്കറിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആതിരയ്ക്ക് മൂടൊന്നും അത്ര ശരിയല്ല. ആൾക്ക് ദേഷ്യം വരുന്നു, ഉറക്കാൻ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു തിരിച്ച് പോരുകയാണ്. വണ്ടിയിൽ കയറി. അപ്പോൾ ഇനി തിരിച്ച് കാർമണ്ണ പോയിട്ട് അവിടെ സെൻറ്ററിൽ പോയിട്ട് നിൽക്കാച്ചിട്ടാണ്. കാളകളേനൊക്കെ ഒന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അങ്ങോട്ടാണ് പോണത്. അപ്പോൾ എത്താനായിട്ടുണ്ട്. നേരം സന്ധ്യയായിട്ടുണ്ട്. കാളേനെ കണ്ടതും ആദ്യത്തെ ഉണർന്ന് ഫുൾ മൂഡായിട്ടുണ്ട് അവൾ. നല്ല ഇഷ്ടപ്പെട്ട് തോന്നുന്നു അവൾക്ക്. നല്ലതായിട്ട് അവൾ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു കാളകളേനെയൊക്കെ. പിന്നെ പാട്ടും ബാൻഡൊക്കെ കാണുമ്പോൾ അവൾക്ക് നല്ല ഇതായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഞാൻ പൂരത്തിൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തുകൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. 3-4 വേലയൊക്കെ ഞങ്ങളുടെ പടിക്കൂടെ പോവും. അപ്പം അത് ആദ്യത്തെ ഉറങ്ങി എണീക്കുന്നോട് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ അവളെല്ലാം കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.